KCB ഓഫീസിലേക്ക് കയറി ഇറങ്ങുകയുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2 മാസക്കാലത്തിനകത്ത് എവിടെയാണ് ഇവിടുത്തെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എന്ന് പറഞ്ഞു തരുന്നത് നന്നായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. വലിയ രൂപത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ രൂപത്തിലാണ് UDFന്റെ ഗവൺമെന്റ് തുടരുന്നതെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി കൊണ്ട് കേരളത്തിന്റെ യുവത തെരുവിലേക്ക് ഇറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ KCB മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയതാ ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746722922. സംസ്ഥാനത്ത് തുടരുന്ന പവർ കട്ടിനും വൈദ്യുതി പ്രതിസന്ധിക്കും എതിരെ പെരിന്തൽമണ്ണയിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് KCB ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. വൈദ്യുതി നിയന്ത്രണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വൈദ്യുതി വിതരണം സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് M ഷാഹിദ് അധ്യക്ഷനായിരുന്നു. പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ഫൈസൽ, വൈസ് പ്രസിഡന്റ് P സുജിത് എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് ട്രഷറർ KT ജിജീഷ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം K ഹരിമോൻ നന്ദിയും പറഞ്ഞു. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ്, എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.